ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കലാഭവൻ നവാസ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 2025 ഓഗസ്റ്റ് 1 നവാസ് നമ്മളെയൊക്കെ വിട്ടുപോയത്. ഇന്ന് നവാസിനെ ഓർക്കാനുള്ള ഒരു പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പെരുന്നാളായിരുന്നു. മുസ്ലിങ്ങളായ എല്ലാവരും ആഘോഷത്തിൻ്റെ ഒരു ദിവസമായി മാറ്റിവച്ചിരിക്കുന്ന ഈ പെരുന്നാളിൽ കലാഭവൻ നവാസ് ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളായിരുന്നു ആ കുടുംബത്തിൻ്റേത്. 2025 ഓഗസ്റ്റ് 1 കലാഭവൻ നവാസ് നമ്മളോട് വിട പറഞ്ഞത്. ചോറ്റാനിക്കരയിൽ ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു മരണം നവാസിനെ കൂട്ടിക്കൊണ്ടു പോയത്. ഇന്നും ആ വിയോഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത എത്രയോ മനുഷ്യസ്നേഹികളുണ്ട്. അക്കൂട്ടത്തിൽ സിനിമ രംഗത്തുള്ളവരും സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെയുണ്ട്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നവാസ് കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട നായകനായിരുന്നു. ആ കുടുംബത്തിൻ്റെ സർവസ്വവും ആയിരുന്ന ഒരു നല്ല കുടുംബനാഥനെയാണ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ കുടുംബം ഇതുവരെ മോചിതരായിട്ടില്ല. നവാസിൻ്റെ മകൻ റിഹാൻ നവാസ് കഴിഞ്ഞ ദിവസം ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ബാപ്പയില്ലാത്ത ആദ്യത്തെ പെരുന്നാൾ എന്ന നിലയിൽ ചെയ്ത ആ വീഡിയോയിൽ എല്ലാ പെരുന്നാളും പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാം കൂട്ടി ആലുവയ്ക്ക് സമീപമുള്ള ഒരു കടവിൽ അവർ പോകുമായിരുന്നു. അവസാനം പോകുമ്പോൾ അവിടെ വെച്ച് കലാഭവൻ നവാസ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പാടിയ ഒരു പാട്ടും റിഹാൻ നവാസ് പങ്കുവച്ചിരുന്നു. നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കുന്ന ഒരു ഗാനമാണ് അത്. പെരുന്നാളിനെക്കുറിച്ച് പാടിയ പാട്ടാണ്. പക്ഷേ ആ കുടുംബത്തിന് എല്ലാ പെരുന്നാളിലും ഓർമ്മിക്കാനായി നവാസ് ബാക്കി വച്ചിട്ട് പോയതാണ് അവസാനത്തെ ആ പാട്ട്. അതിനു മുമ്പും ചോറ്റാനിക്കര ലോഡ്ജ് മുറിയിൽ മരിച്ചു വീഴുന്നതിന് 2 ദിവസം മുമ്പ് കലാഭവൻ നവാസ് മറ്റൊരു ഗാനം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രഹ്നയ്ക്ക് വേണ്ടി പാടി അയച്ചിരുന്നു. അത് രഹ്നയ്ക്ക് വേണ്ടി മാത്രം പാടിയതായിരുന്നില്ല, അത് ഒരു സിനിമയ്ക്ക് വേണ്ടി പാടി റെക്കോർഡ് ചെയ്തതായിരുന്നു. അത് രഹ്നയ്ക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അന്നേ നവാസ് പറഞ്ഞിരുന്നു, ഞാൻ ഇല്ലാത്തൊരു കാലത്തും നിനക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പാടിയ പാട്ടാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പാട്ട് പിന്നീട് എല്ലാ മീഡിയാസിലും തരംഗമായി മാറുകയാണ് ഉണ്ടായത്. നവാസ് ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാൾ ആലോചിച്ച് നോക്കുക. ആ വീട്ടിൽ അതിൻ്റേതായ മൂകത മുഴുവൻ കൊടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം പെരുന്നാളും കടന്നുപോയത്. ഇപ്പോഴും നവാസിൻ്റെ വീട്ടിൽ നവാസ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ മക്കൾ ഉപയോഗിക്കുന്നു. നവാസിൻ്റെ ചെരുപ്പ് പോലും അവരുപയോഗിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ വാപ്പ ഇതിലൂടെയാണ് ഞങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നത്. നവാസിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ മക്കൾ കഴിക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ മുസ്ലിം ധാരണ അനുസരിച്ച് നമ്മൾ ഒരു പ്രത്യേക പ്രാർത്ഥനയോടുകൂടി മരണപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ അത് അവർ കഴിക്കുന്നതിന് തുല്യമാകും എന്നുള്ളതാണ്. അത് ഓർത്തുകൊണ്ടാണ് കലാഭവൻ നവാസിൻ്റെ മക്കൾ അത് ചെയ്യുന്നത്. ഇപ്പോഴും ആ മഹാനായ കുടുംബനാഥൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പുകയാണ് ആ കുടുംബം. ആലുവ പെരുമ്പാവൂരിനടുക്കലാണ് ആ വീട്. ഒരു കുഞ്ഞു വീടാണത്. 82 സെൻറ്റ് സ്ഥലമുള്ള ഒരു വലിയ പറമ്പിന് നടുവിൽ നവാസിൻ്റെയും ഭാര്യ രഹ്നയുടെയും ആഗ്രഹപ്രകാരം
ഒരു ചെറിയ വീടാണ് അവർ നിർമ്മിച്ചത്. അവർക്കതിനേക്കാൾ വലിയ വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും കലാകാരനായ നവാസും ഭാര്യ രഹിനയും ഒരു കുഞ്ഞു വീടിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. കലാഭവൻ നവാസ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ സങ്കല്പങ്ങളും പൂർത്തീകരിക്കാൻ കൂടെ നിന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയാണ് രഹന. ഇന്ന് ആരൊക്കെ തന്നെ കലാഭവൻ നവാസിനെ മറന്നാലും ഒരിക്കലും ഈ ഭാര്യ നവാസിനെ മറക്കില്ല. കാരണം അത്രത്തോളം ഇഴുകിച്ചേർന്ന ഒരു ദാമ്പത്യ ബന്ധമായിരുന്നു അവരുടേത്. ഇന്നും രഹിന എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്ന് നമുക്കൊക്കെ സംശയം തോന്നും. കാരണം അത്ര പവിത്രമായ ഒരു ദാമ്പത്യ ബന്ധമായിരുന്നു അവരുടേത്. ഈ കഴിഞ്ഞുപോയ പെരുന്നാളിലും കലാഭവൻ നവാസിൻ്റെ കുടുംബം അതിനെ ഓർത്താണ് വിതുമ്പിയത്. ഒരിക്കലും മരണമില്ലാത്ത ഓർമ്മയായി നവാസ് ആ കുടുംബത്തിൽ ഇന്നും ജീവിക്കുന്നു.